വാഷ് എവിടെയാ? ഇവിടുന്ന് കഴിക്കണോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. ഹെഡ്ലൈറ്റ് ഓണോ? കറുത്ത് കുരുമുളക് പോട്ട് നോടനോ നല്ല ഉശിരുള്ള പൂവൻ കുറേ പെടാണ്ടോ. സാവിത്രിയേ എന്താണ് എന്താ ചക്കരെ ഇതിന്റെ പൂവൻ തന്നെ പെടയാണല്ല. പെടക്കണ കാലത്തൊന്നും അങ്ങോട്ട് പെടക്കിട്ടടി. അവനെന്താ ഒന്ന് പറഞ്ഞിട്ട് പോയത്? എന്തിനാ? ഇനി അയാളുടെ മെക്കിട്ട് കയറാനാണോ? അയാളൊന്നും പറഞ്ഞില്ല. നമുക്ക് ഇറങ്ങിയാലോ? കുഴപ്പമില്ല, ഇനിയിപ്പോൾ വേറെ ഹോട്ടലൊന്നും ഉണ്ടാവില്ല. നമുക്ക് കഴിച്ചിട്ട് പോകാം. എക്സ്ക്യൂസ് മീ. ഹലോ, ചേട്ടാ എന്താ കഴിക്കാനുള്ളത്? എന്താ വേണ്ടത്? ഇവിടെ എന്താ ഉള്ളത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ദോശയുണ്ടോ? ദോശയില്ല. ചപ്പാത്തി? ചപ്പാത്തി ഇല്ല. എന്നാൽ പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ പൊറോട്ട മാത്രമേ ഉള്ളൂ. തനിക്ക് എന്നത് ആദ്യമേ പറഞ്ഞുകൂടെ? ഇങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചേട്ടാ, രണ്ടാൾക്ക് കഴിക്കാൻ പൊറോട്ടയും കറി എന്തായാലും കുഴപ്പമില്ല. എന്നാ പിന്നെ ഇത് ആദ്യം പറഞ്ഞാൽ പോരെ. എന്താ സിദ്ധു, നീ എന്തിനാ അയാളോട് ചൂടായത്? ചൂടാവണ്ട്? അവൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഹോട്ടലിൽ നീ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനാണ് വന്നത്, അല്ലാതെ ഇവിടെ ഉള്ളവരെ മാനസ് പഠിപ്പിക്കാനല്ല. തുടങ്ങി ഉപദേശം. അതവിടെ വെച്ചാൽ മതി. ചേട്ടാ, ഇവിടെ കുടിക്കാൻ എന്താ ഉള്ളത്? എന്താ വേണ്ടേ? ജ്യൂസ് ഉണ്ടോ? ആ, ജ്യൂസുണ്ട്, ചായ ഉണ്ട്, സോഡയുണ്ട്, കോളയുണ്ട്. സിദ്ധു, നിനക്ക് എന്താ വേണ്ടേ? എന്തെങ്കിലും പറ. ചേട്ടാ, 2 പൈനാപ്പിൾ ജ്യൂസ്, ഫ്രഷ് വേണം. ആ, ഫ്രഷ് വേണം അല്ലേ? ആ, ഒരു വൃത്തിയില്ലാത്ത ഹോട്ടൽ. എനിക്ക് നല്ല വിശപ്പുണ്ട്, നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി.
സാവിത്രി എന്താ ചക്കരെ? വാ. ഡോ എന്താണോ ചേട്ടാ ആ ഗ്ലാസ്സിൽ എന്തോ ഉണ്ട്. എന്ത് ഈച്ചയല്ലേ? ഇവിടെ കയറണ്ടായിരുന്നു. നമുക്ക് വേഗം ഇറങ്ങാം. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ശരി വേമ്പ. ബില്ല് കൂട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങിയെടുക്കാൻ പറ്റണല്ലോ വെച്ചാനെ. പിന്നെ എന്ത് ചെയ്യാനാണ്? ഈ ബില്ലിൽ നിന്ന് ഒരു 80 രൂപ കുറച്ചേ. എന്താ സാറേ, സാർ എന്തെങ്കിലും പറഞ്ഞാ? ഈ ബില്ലിൽ നിന്ന് ഒരു 80 രൂപ കുറച്ചിട്ട് ബാക്കി എത്ര വെച്ചാൽ പറ. ഇത് എത്ര നോക്കടാ, ഇത് എത്ര കുറക്കാൻ പറഞ്ഞ? 80 രൂപ കുറക്കാൻ. സാറേ ഇവിടെ അങ്ങനെ റിഡക്ഷൻ ഒന്നുമില്ല. അത് 80 രൂപയെ. കാശിനൊക്കെ ഭയങ്കര വിലയാണ്. 130 പലിശ. ആ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല, അതിൻ്റെ കാശ് കുറയ്ക്കാനാണ് പറഞ്ഞത്. കുടിക്കാത്തതിന് ബില്ല. മണേ, ഓ ഈ ബില്ലൊക്കെ നോക്കണ്ടേ? സാറ് ജ്യൂസ് കുടിച്ചുള്ളതെന്നാ പറയണത്. അയാൾ ഓർഡർ ചെയ്ത സാധനത്തിന്റെ ബില്ല് അതിനകത്തുള്ളൂ. അത് കുടിക്കാത്ത എൻ്റെ കുറ്റമാണോ? അത് ഞാൻ മാറ്റി കൊടുത്തതല്ലേ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കാശ് കൊടുത്തിട്ട് പോകണല്ലേ സാറേ, എൻ്റെ ഒരു മര്യാദ. കഴിച്ചെന്നല്ല അത് 10 പൈസ എന്തല്ല. സാറ് ചൂടാവല്ലേ സാറേ? സാറിന് ഇഷ്ടപ്പെടാത്ത നമ്മുടെ പ്രശ്നമല്ലല്ലോ. ബില്ലല്ലാതെ ഇവിടെ നിന്ന് പോകാൻ സാറ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഇല്ല ജോണേട്ടാ? ഭീഷണിയാണോ? എന്നാൽ പിന്നെ താൻ വന്ന് മേടിക്കും. സാറ് കലിപ്പിലാണല്ലേ അക്കരെ. സാറൊരു കാര്യം ചെയ്യ്, വയറ് വെച്ച് കഴിച്ചതല്ലേ, കാശൊന്നും തരണ്ട, ഞാൻ വക വെച്ചേക്കാം. സാറ് വിട്ടോ. താൻ എന്താ ആളെ കളിയാക്കാം? തൻ്റെ സൗജന്യമൊന്നും എനിക്ക് വേണ്ട. ബില്ല് എത്ര വെച്ചാൽ പറ. കാശ് തരണമെങ്കിൽ മുഴുവൻ തരേണ്ട വരും. ആ ബില്ലങ്ങ് കൊടുത്തേക്ക്, നമുക്ക് പോവാം. നിന്റെ കാശുണ്ടോ? അയ്യോ, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. പേഴ്സ് എടുക്കാതെ വീട്ടിൽ നിറക്കി പുറപ്പെട്ടു. എന്നോട് എന്തിനാ ചൂടാവുന്നേ? നിന്റെ കയ്യിലെ കാശ് എവിടെ? ഇറങ്ങാൻ നേരത്തെ ഹൗസ് ഓണർ ഒന്ന് വാടക വെച്ചു. കാശെടുത്ത് അയാൾക്ക് കൊടുത്തു. ഇനി എന്തേയും? ചക്കരെ, സാറ് പെട്ടെന്നാ തോന്നണത്. ഞാനും പെട്ട് ജോണേട്ടാ. എനിക്ക് ഈ കൊച്ചു പെൺപിള്ളേരെ കാണുമ്പോൾ ഇളക്കുത്തിരി കൂടുതലല്ലേ അക്കരെ? കുഞ്ഞു മനസ്സല്ലേ ജോണേട്ടാ? പോവാ. അയ്യോ, ഈ കച്ചവടം ഇവിടെ ഇല്ല സാറേ. നമ്മൾ അത്ര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. എൻ്റെ കാശില്ല. ഞാൻ സാറിനോട് പറഞ്ഞല്ലേ കാശ് വേണ്ടെന്ന്. ആ കൊച്ചിന്ന് വേർക്കണം. ഇവിടെ അടുത്ത് വല്ല ATM ഉണ്ടോ? സാറ് പിന്നെയും കലിപ്പാണല്ല. ഇവിടെ അടുത്ത് ATM ഉണ്ടോ അക്കരെ? സാറിന് എത്ര മാനക്കേടാണ് ഈ സാറ് കാശ് തന്നിട്ട് പോട്ടെ ജോണേട്ടാ? ATM ഇവിടെ അടുത്തുണ്ടല്ലോ. ഈ വഴിക്ക് ഞങ്ങൾ 2 കിലോമീറ്റർ പോയാൽ മതി.
എന്നാ പിന്നെ അങ്ങനെ കേട്ടെ സാറ് പോയിട്ട് വാ